വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അതായത് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് 1,60,000 രൂപയോളം ഞാൻ ഏൺ ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൽ ഇൻവെസ്റ്റ്മെന്റോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ഒന്നുമില്ല കേട്ടോ. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം മതി. ഏത് ഏജിലുള്ളവരായാലും എന്ത് ക്വാളിഫിക്കേഷനിലുള്ളവർക്കായാലും വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ജോയിൻ ചെയ്തിട്ട് അന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. കാരണം അത്രയും ജോബ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് കൂടാതെ നമുക്ക് ഓരോരോ ജോബ്സിന് കിട്ടുന്ന പേയ്മെന്റ് ആണെങ്കിലും അത്രയും ഹൈ പേയ്മെന്റ് തന്നെയാണ്. അപ്പം ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ 1,62,000 രൂപയോളം ഞാൻ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് കൂടാതെ തന്നെ 8,000 രൂപ ലൈവായിട്ട് വിഡ്രോ ചെയ്യുന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. ഒപ്പം ലൈവായിട്ട് വർക്ക് ചെയ്യുന്നതും പേയ്മെൻറ്റ് കിട്ടുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, എങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുവരെ ഓൺലൈനിലൂടെ വർക്ക് ചെയ്തിട്ട് ഏർണിങ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് എനിക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് വർക്ക് ചെയ്യുന്നത് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഓൺലൈനിൽ നിന്നൊന്നും ട്രൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ടുള്ള ക്യാഷ് കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 100% പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈവ് വർക്കിങ്ങും ലൈവായിട്ട് വിഡ്രോ ചെയ്യുന്നതും ഒപ്പം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏർണിങ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവരാണെങ്കിലും അഥവാ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും വീഡിയോ കാണാൻ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രം ജോയിൻ ചെയ്യാം. അതല്ലാതെ ജസ്റ്റ് പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങരുത്. കാരണം എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഏർണിങ്സ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുകയും ഒപ്പം തന്നെ പെട്ടെന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുകയും പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോവാം. അതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊന്ന് കേട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് എനിക്ക് $1,982 അഥവാ 1,60,000 രൂപ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ലഭിച്ചിട്ടുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ലൈഫ് ടൈം ഏർണിങ്സ് $1,982 ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ $1 82 രൂപ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും 1,63,000 രൂപയോളം വരുന്നുണ്ട്. അതുമാത്രമല്ല ഞാനിതിൽ 8,000 രൂപയുടെ ലൈവ് വിഡ്രോവലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് വൈസെൻസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ വഴി കയറാം, അതല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ സൈനപ്പ് ചെയ്യേണ്ട ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇപ്പോഴെൻ്റെ വാലറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. $107 ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. $107 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 8,000 റുപ്പീസോളം വരും. 8,000 രൂപയോളം ഞാനിത് വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മൊബൈൽ ഫോണുള്ള ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതും ചെറിയ ഏർണിങ്സ് ഒന്നുമല്ല, നമുക്ക് ജോയിൻ ചെയ്തിട്ട് അന്ന് തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. കാരണം അത്രയും വർക്ക് ഇതിലുണ്ട്, അത്രയും എമൗണ്ട് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് എടുക്കുന്നത്. ക്യാഷ് ഔട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇൻ്റർഫേസിലോട്ട് പോകും. നമുക്ക് ഡയറക്റ്റ് ക്യാഷ് ആയിട്ടും റെഡീം ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ ഒത്തിരി ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫ്ലിപ്കാർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. സ്ക്രില്ലുണ്ട്, അതുപോലെ തന്നെ ആമസോണിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് മൈ ഷോ ഉണ്ട്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ക്യാഷ് ആയിട്ടാണ് റെഡീം ചെയ്യുന്നത്. ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യുമ്പോൾ $10 മുതൽ $250 വരെയാണ് നമുക്ക് പേപ്പാലോട്ട് റെഡീം ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഗിഫ്റ്റ് കാർഡൊക്കെ ആണെങ്കിൽ $16 ആയിക്കഴിഞ്ഞാൽ 1000 വെച്ചിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിലോട്ട് റെഡീം ചെയ്യാം. അതുപോലെ ആമസോണിലോട്ടും സെയിം ആണ്. $13.5 ആയിക്കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ വെച്ചിട്ട് ആമസോണിലോട്ട് റെഡീം ചെയ്യാം. ഞാനിപ്പോൾ പേപ്പാൽ ഓപ്ഷനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ പേപ്പാൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷനിലോട്ട് പോകുന്നതാണ്. അപ്പോൾ $10 മുതൽ $250 വരെ നമുക്ക് പേപ്പാലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. $10 മുകളിലാണെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ 10, 25, 50, 100 വരെ ആക്റ്റീവാണ്. ഇപ്പോൾ 250 ഇവിടെ ലോക്ക്ഡ് ആയിട്ട് കണ്ടോ. അത്രയും ഒരു ബാലൻസ് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ 100 സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം റെഡി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു.
അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ചോദിക്കും നമ്മളോട് ഇത് കൺഫേം ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ദിസ് ഈസ് എ കൺഫർമേഷൻ ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഓർഡർ ദി ഫോളോയിങ് ഐറ്റം, പേപ്പാൽ $100. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ നമ്മളിവിടെ ഏറ്റവും താഴെ കൺഫേം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ $100 ഇവിടെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. താങ്ക് യു, യുവർ ഓർഡർ ഹാസ് ബീൻ പ്ലേസ്ഡ്, $100 ഹാസ് ബീൻ ഡിഡക്റ്റഡ് ഫ്രം യുവർ അക്കൗണ്ട് ഫോർ ദിസ് പർച്ചേസ്. അപ്പോൾ ഇതിൽ നമ്മുടെ ബാലൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോഴും കാണാം $7 ആയിട്ടുണ്ട് എൻ്റെ ബാലൻസ്. $100 ഇതിൽ നിന്ന് ലെസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിലിലോട്ട് എടുത്ത് നോക്കാം കേട്ടോ, നമുക്ക് ഈ ഒരു വിഡ്രോവൽ വന്നിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം $100 ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ പേപ്പാൽ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. പേപ്പാലിലോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ആയി പോകുന്നതാണ്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഇത്ര ഒരു ഏർണിങ്സ് ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഒത്തിരി ആൾക്കാർ ഇത് ചെയ്തിട്ട് ഏൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കൂടുതൽ ഏൺ ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓപ്ഷൻസ് ആണ് സർവേസ് എന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ സർവേ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു കാര്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സർവേ വന്നിട്ടുണ്ട്, $0.46 ഒരു സർവേ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ഏത് മന്താണ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ കറക്റ്റായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. സെയിം ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ സർവേ എന്നില്ല കേട്ടോ, നിങ്ങളെ പറ്റിയുള്ള ഇൻഫോർമേഷനാണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ മെയിലാണോ ഫീമെയിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമ്മുടെ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്, ഈസ്റ്റ് ഇന്ത്യയിലാണോ നോർത്ത് ഇന്ത്യയിലാണോ എന്നുള്ളതൊക്കെ. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കൊടുത്തിട്ട്. പിന്നെ നമ്മൾ ഏത് ലാംഗ്വേജാണ് സംസാരിക്കുന്നതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ലാംഗ്വേജ് കൊടുക്കുക, അതല്ല ഹിന്ദി ഓപ്ഷനൊക്കെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ, അറബിക്കും ഉണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് ഇൻകം ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ സർവേ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് സർവേ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ലൈവായിട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരു സർവേ മാത്രമേ ഇപ്പം ഞാൻ ലൈവായിട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്, അപ്പോൾ അത് കൊടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു സർവേ വരുന്നത്. ചിലപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെയും 15 മിനിറ്റിൻ്റെയും ഒക്കെ സർവേസ് അവൈലബിൾ ആയിരിക്കും. അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഏർണിങ്സും കൂടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കൊടുത്ത ജോബിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർ വീണ്ടും നമുക്ക് സർവേ തരില്ല. അപ്പോൾ ഓരോ സർവേ ചെയ്യുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നെ ചോദിക്കുന്നത് നമ്മുടെ പിൻകോഡാണ് കേട്ടോ. പിൻകോഡ് നമ്മുടെ പോസ്റ്റൽ കോഡ് കറക്റ്റായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജോബിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ കൊടുത്തല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ വരുന്നത്. ഇപ്പം ഞാൻ അക്കൗണ്ടൻറ്റ് കൊടുത്തുകൊണ്ട് ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ എഗെയിൻ ചോദിക്കും, കാരണം നമ്മൾ സെയിം തന്നെയാണോ കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിനുശേഷം സർവേ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അതിൽ ഐ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇത് സേഫാണ്, പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുതിയൊരു പേജിലോട്ട് പോകുന്നതാണ്. ആദ്യം നമ്മുടെ പ്രൊഫൈൽ സർവേ ഫില്ല് ചെയ്താലും മാത്രമാണ് നമുക്ക് കൂടുതൽ സർവേസൊക്കെ വരുന്നത് കേട്ടോ. വീണ്ടും എഗെയിൻ പിൻകോഡ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിൻകോഡ് കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആനുവൽ റവന്യൂ ഇതൊക്കെ നേരത്തെ എഗെയിൻ ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ സെയിം തന്നെയാണോ കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ചോദിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് കൂടുതൽ സർവേസ് കിട്ടും നമ്മൾ കൊടുത്ത ആൻസറൊക്കെ കറക്റ്റ് ആണെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് തെറ്റിപ്പോയി എന്നൊന്നും വിചാരിക്കേണ്ട, അതിങ്ങനെ ഒരു സർവേ കറക്റ്റ് ആണോ നിങ്ങൾ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് സർവേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ നമുക്ക് ആ ഒരു സർവേ കഴിഞ്ഞു അതിനുശേഷം തന്നെ വേറൊരു സർവേ ഉടൻ തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, $0.28 ആണ്. അപ്പോൾ ഇതൊരു 17 മിനിറ്റിൻ്റെ ആണ്. അപ്പോൾ ഇതും ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം ഒരുപാട് നമുക്ക് ടൈം എടുക്കും. സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് സർവേസ് കംപ്ലീറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ സർവേസ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ സർവേസ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, എമൗണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ എടുക്കാം. അതിൽ തന്നെ ഒത്തിരി ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കിയത് മെയിനായിട്ടും സർവേസ് തന്നെയാണ്. അതുപോലെ തന്നെ ഡെയിലി പോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിലും നമുക്ക് പോൾ അറ്റൻഡ് ചെയ്യാം, ഡെയിലി പോൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ജസ്റ്റ് അതിന് ആൻസർ കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് ഓഫേഴ്സ് ഓപ്ഷനാണ്. ഓഫേഴ്സിൽ ഒരുപാട് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓഫേഴ്സിൽ സർവീസ് മാത്രമല്ല, ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ ആപ്ലിക്കേഷനിലോട്ട് കയറുക, അത് ഡൗൺലോഡ് ചെയ്യുക, സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൽ തന്നെ ഒരുപാട് സർവീസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ലോഡ് മോർ ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സർവീസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് മുകളിൽ തന്നെ ലൈസൻസ് ഓഫേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ലോഡിംഗ് ആണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോന്നിനും കിട്ടുന്ന എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നൈക്കയുടെ ഒക്കെയാണ്, നൈക്കയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടാസ്കുകളും ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എമൗണ്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു ഓഫർ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കുക. അത്രയും അടിപൊളിയായിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണിത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്.